മുട്ട വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. റംസാൻ മാസത്തിലൊക്കെ ഒരു കുക്കിംഗ് ഗ്രൂപ്പിലൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ളൊരു പക്കോട. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ 4 ടേബിൾ സ്പൂണ് കടലമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 3 സവാള ചോപ്പ് ചെയ്തത്, അത്യാവശ്യം വലിയ 3 സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണ്. ഇനി 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു കായപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് 4 മുട്ടയുടെ മഞ്ഞക്കുരു ചേർത്ത് കൊടുക്കുക ആദ്യം. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഇത് കുഴക്കാൻ പാകത്തിന് വെള്ളം. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറയാം ടോട്ടലായിട്ട് എത്ര വെള്ളം ചേർത്തതെന്ന്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഓൾമോസ്റ്റ് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള അളവാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ള, 4 മുട്ടയുടെ വെള്ള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ. പിന്നെ ഒരു പക്കോടയുടെ കൺസിസ്റ്റൻസി അറിയാമല്ലോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മുട്ട വെച്ചിട്ടുള്ളൊരു പക്കോടയാണിത്. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ കുറേശ്ശേ എടുത്തിട്ട് എണ്ണ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശേ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുട്ട വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. നല്ലോണം സൂക്ഷിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മൊത്തം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു എഗ് പക്കോടയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.